ചേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയുടെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് KPCC ജനറൽ സെക്രട്ടറി KP നൌഷദ് അലിയുടെ പേരും കേൾക്കുന്നു. ഇവർ രണ്ടുപേരുമാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് വേണ്ടിയും അതുപോലെ തന്നെ UDFന് വേണ്ടിയും ഒരു നേർ യുദ്ധത്തിന് ഇറങ്ങുന്നത് മലപ്പുറത്ത്, അതായത് പൊന്നാനി. അപ്പം ഈ പൊന്നാനി എന്ന് പറയുന്നത് തുടർച്ചയായി CPM-ന്റെ കയ്യിൽ തന്നെ, അതായത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരു സീറ്റാണ്. ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാവുമോ? എന്താണ് ചേട്ടന് തോന്നുന്നത്? മൊത്തത്തിൽ ഇടതുപക്ഷ വിരോധം ആഞ്ഞടിക്കുന്ന ഒരു സമയമാണ്. ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, പൊന്നാനി അങ്ങനെ പോകത്തില്ല. ഇല്ല. പൊന്നാനി എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് പൊന്നാനി എന്ന് പറയുമ്പോൾ CPM-ന് ഏറ്റവും വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അതായത് പൊന്നാനി എന്ന് പറഞ്ഞാൽ EK ഇമ്പിച്ചി ബാവ എന്ന് നമ്മൾ പെട്ടെന്ന് ഓർക്കും. EK ഇമ്പിച്ചി ബാവ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശാന്ത് ഇപ്പോൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളല്ല. ഇപ്പോൾ കാണുന്ന ഇന്നലെ G സുധാകരനെ തെറി വിളിച്ച അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്ത സഖാക്കൾ എന്ന് പറയുന്ന എനിക്ക് പറയുന്ന ആ ചെയ്തവരെ എനിക്ക് അറിവില്ലായ്മയെന്ന് എനിക്ക് പറയാൻ. കാര്യം നമ്മൾ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഈ പാർട്ടിയെ മനസ്സിലാക്കിയതിൽ ചില നല്ല വ്യക്തിത്വങ്ങൾ ഈ പാർട്ടിയിലുണ്ട്. VS-നെ പോലെയൊക്കെയുള്ള, AKG-യെ പോലെയുള്ള, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, EMS-നെ പോലെയുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അവിടെ EK ഇമ്പിച്ചി ബാവ എന്ന് പറയുന്ന ഒരു ജനകീയനായ നേതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്പിച്ചി ബാവയെക്കുറിച്ച് പറയുമ്പോൾ ഇമ്പിച്ചി ബാവ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ഈ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ഇമ്പിച്ചി ബാവ ഒരു ജോലിക്ക്, അന്ന് PSC ഒന്നുമില്ല, പാർട്ടി അംഗമായിരുന്നാൽ മാത്രം മതി, ഒരു തുണ്ട് കടലാസിൽ എഴുതി കൊടുക്കും ജോലിക്കായിട്ട്. അതാണ് ഇമ്പിച്ചി ബാവ. അപ്പോൾ പൊന്നാനിയിൽ EK ഇമ്പിച്ചി ബാവയുടെ നാട്ടിൽ ഇവർക്ക് CPM-ന് ഒരു വേരോട്ടമുണ്ട്. CPM ഈ പറയുന്ന പോലെ അവിടെ വിജയിക്കും. ഈ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായാലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ചേട്ടാ, അവിടെയും വിജയസാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന് ഉറപ്പ് നൽകിയിട്ടുള്ള 63 മണ്ഡലങ്ങളുടെ പട്ടികയിലുള്ളതാണ് ഈ പൊന്നാനി. അതായത് 2006 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് ഈ പറയുന്ന പൊന്നാനി നിൽക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന ഇപ്പം UDF-ന്റെ ആയിട്ട് മുതല നൌഷാദ് അലി ഒരു കുറഞ്ഞ ആളൊന്നും അല്ല കേട്ടോ. നൌഷാദ് അലിക്ക് ഈ പൊന്നാനിയിലെ നൌഷാദ് അലിയുടെ സാന്നിധ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഒരു പരിധിക്ക് മേലെ ഈ പറയുന്ന UDF-ലേക്ക് വരുവാൻ സഹായകരമായിട്ടുണ്ട്. ഇദ്ദേഹം മുൻപ് MB ഗംഗാധരൻ ഫൗണ്ടേഷൻ പൊന്നാനി സംഘടിപ്പിച്ച MB ഗംഗാധരൻ അനുസ്മരണ പരിപാടികളിലാണ് നൌഷാദ് അലി ഈ പൊന്നാനിയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അയാളുടെ ഒരു എൻട്രി എന്ന് പറയുന്ന ആ സമയത്താണ്. അന്ന് ഉദ്ഘാടകനായിട്ട് VD സതീശനായിരുന്നു. ഈ പൊന്നാനി മണ്ഡലത്തിലെ സംഘടനാ സംവിധാനം കരുത്തുള്ളതാക്കി പൊന്നാനി തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ഈ നൌഷാദ് അലിയുടെ ഒരു ടാർഗറ്റ്. അതിൽ അദ്ദേഹം ഒരു പരിധിക്ക് മേലെ വിജയിച്ചിട്ടുമുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ഒരു UDF തരംഗം ഏകദേശം ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷത്തിൻ്റെ എതിരെയുള്ള ജനരോക്ഷം UDF-ന് വോട്ടുകളായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. റെക്കോർഡായിരുന്നു അല്ലേ? റെക്കോർഡ് വിജയമായിരുന്നു UDF കരസ്ഥമാക്കിയത്. അപ്പോൾ ആ ഒരു ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്നുള്ളൊരു സംശയം നിൽക്കുമ്പോൾ നൌഷാദ് അലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നൌഷാദ് അലിയുടെ എൻട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സക്കീറിന് ഒരു വെല്ലുവിളിയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എന്താണ് അതിൽ? അല്ല, ഇപ്പോൾ താങ്കൾ ഈ വരികൾക്കിടയിൽ വായിച്ച മുസ്ലിം വോട്ടെന്ന് പറഞ്ഞില്ലേ, പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പഴയ സ്പീക്കർ ജയിച്ച സ്ഥലമാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാമകൃഷ്ണൻ എന്നാണ്. എന്തേ മുസ്ലിം വോട്ടാണോ ജയിച്ചത്? അങ്ങനല്ല ചേട്ടാ ഞാൻ പറഞ്ഞത്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ള ഒരു ടോക്ക് മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. താങ്കൾ പറയുന്നതിന്റെ അർത്ഥം അതിലേക്ക് ഞാൻ വരാം. അതുപോലെ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു MLA ആണ് കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത്. എന്തേ? അത് പേരെന്താ? നന്ദകുമാർ. എന്താ ജയിച്ചില്ലേ? അപ്പോൾ അവിടെയല്ല, അവിടെയാണ് ഈ പറയുന്ന പോലെ താങ്കൾ പറഞ്ഞ കാര്യം എനിക്ക് പറയാൻ കഴിയുന്നത്. ആന്റി ഇൻകംബൻസിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശവും എന്ന് പറയും. മുഖ്യമന്ത്രി ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതിന് പറഞ്ഞത് ഒരു MLA, പഴയ ഒരു MLA-യുടെ മകൻ എന്നെ കാണാൻ വന്നിരുന്നു, അദ്ദേഹത്തിന് ഒരു ടോക്ക് വേണമെന്ന് പറഞ്ഞു. അത് ഹിന്ദുവിലാണ് വന്നത്. അതൊരു ദേശത്തെ ആ പോയിന്റിൽ VD സതീശൻ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയും. മലപ്പുറം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ ഇപ്പോൾ വിഭാഗീയത വളരെ കൂടുതലുണ്ട്. നന്ദകുമാറുണ്ട്. അതുപോലെ നന്ദകുമാർ അവിടുത്തെ MLA ആണ്. നന്ദകുമാർ ഒരു ജനപ്രിയനായ നേതാവാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ശ്രീരാമകൃഷ്ണന്റെ ആരോഗ്യസ്ഥിതി കൊണ്ടാണ് ശ്രീരാമകൃഷ്ണനെ മാറ്റുന്നത്. എന്നിട്ട് നന്ദകുമാർ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഇതാണ്, മതനിരപേക്ഷ
തത്വത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മതത്തിനും അധിഷ്ഠിതമല്ല ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന MK സക്കീർ എന്നൊരു ചോദ്യം എനിക്ക് ഉയർത്താനുണ്ട്. കാരണം എന്തുകൊണ്ട് MK സക്കീർ, എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? ഇപ്പൊ ഷൗക്കത്ത് അലിക്കെതിരെ എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ ഇത്തവണ CPM തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് സക്കീർ അലി ആവശ്യമില്ലല്ലോ? അപ്പോൾ ലക്ഷ്യം മുസ്ലിം, മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം വേരോട്ടം കൂടുതലുള്ള ഒരു ഏരിയയാണ്, അറിയാമല്ലോ. മുസ്ലിം വേരോട്ടം ഏറ്റവും കൂടുതലുള്ള ഏരിയയിൽ ഒരു ഹിന്ദുവിനെ നിർത്തിയാൽ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഭയം ഈ പറയുന്ന ഒരു മതത്തിലും അധിഷ്ഠിതമല്ലാത്ത പൊന്നാനിയിലാണ് ഈ മത്സരം നടക്കുന്നത്. പൊന്നാനി എന്ന് പറയുന്നത് അറിയാലോ. ഞാൻ സമ്മതിച്ചു. അതായത് ഇതിനകത്ത് താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. അതായത് മറ്റൊന്നുമല്ല, ഇവർ ഈ പറയുന്ന ജാതി സമവാക്യം ഒരു വേള CPM ഭയക്കുന്നുണ്ട്. പ്രശാന്തേ, ഭയം ഈ പരാമർശം പോരെ കാര്യം? അതായത് ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടതാണല്ലോ, ന്യൂനപക്ഷങ്ങളെല്ലാം എൻ ബ്ലോക്കായിട്ട് ആർക്കാ വോട്ട് ചെയ്തത്? കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. വായിൽ കിടക്കുന്ന നാക്ക് ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ട അങ്ങനല്ല പ്രശാന്ത്, അങ്ങനല്ല. അവിടെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭരണത്തിന് ശേഷം 2021 ഇവർ രണ്ടാമതും ഭരണത്തിൽ വന്ന എങ്ങനെയാണ് പ്രശാന്ത്? ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയിട്ടാണ്. ന്യൂനപക്ഷം, അതായത് ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രത്യേകത പ്രശാന്ത് നമുക്ക് മനസ്സിലാവണം. അതായത് തങ്ങളെ സംരക്ഷിക്കാൻ ഈ കേരളം എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ സമൂഹത്തിന്റെ നാടാണ്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ നാട്ടിൽ ഒരു ന്യൂനപക്ഷങ്ങളായ ഞങ്ങളെ കാണാൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ആ മതം അവർക്കൊപ്പം പോകും. ഓക്കെ ചേട്ടാ, മുൻപ് ഇവിടെ ഉയർന്നു കേട്ടിരുന്ന പേര് M സ്വരാജിന്റെ ആയിരുന്നു. പൊന്നാനിയിൽ M സ്വരാജ് മത്സരിക്കുമെന്നായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ M സ്വരാജ് എന്തായാലും മത്സരരംഗത്തേക്ക് ഇല്ലെന്ന് അദ്ദേഹം തന്നെ അറിയിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്റെ സംശയം ഇതാണ്, M സ്വരാജ് പിന്മാറിയതാണോ അതോ സക്കീർ അലിയെ നിർത്തി അവിടെ ഒരു വിജയം പിടിച്ചെടുക്കാൻ, അതായത് മുസ്ലിം ശക്തി കേന്ദ്രത്തിൽ, അതായത് മുസ്ലിം വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി ആ ഒരു സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു സ്ട്രാറ്റജിയാണോ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്? M സ്വരാജിനെ പിൻവലിപ്പിച്ച്, അതായത് M സ്വരാജ് നിൽക്കുന്നില്ല, അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം മത്സരിക്കുകയില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറുന്ന വ്യക്തിയൊന്നും അല്ല, അറിയാമല്ലോ. M സ്വരാജ് സ്വയം പിന്മാറുന്നു. അതായത് M സ്വരാജ് പിന്മാറുമ്പോഴും നമുക്ക് ആ ചിത്രം വ്യക്തമല്ല, ആരാണ് അവിടെ വരുന്നത്, ആ ഒരു മുഖം നമുക്ക് വ്യക്തമല്ല, ഏത് മുഖമാണ് വരുന്നത് വ്യക്തമല്ല. പക്ഷേ ഇവിടെ ഇതാ M സ്വരാജ് പിന്മാറുന്നു, അവിടേക്ക് വരുന്നത് ആരാണ്? ഈ പറയുന്ന MK സക്കീർ അലിയാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ സക്കീർ അലി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല എന്നാണോ അതിനർത്ഥം? അതായത് നിലമ്പൂർ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കണ്ടല്ലോ, അവിടെ ആര്യാടൻ ഷൗക്കത്താണ് ജയിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആരാ മത്സരിച്ചത്? M സ്വരാജ്. M സ്വരാജിന് നിൽക്കാൻ താല്പര്യമുണ്ടായിട്ടാണോ മത്സരിച്ചത്? അല്ല, M സ്വരാജിനെ പാർട്ടി കൊണ്ട് നിർത്തി. അപ്പോൾ എന്നോട് പ്രശാന്ത് ചോദിച്ചു, എന്തുകൊണ്ട് M സ്വരാജ് പൊന്നാനിയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈ പാർട്ടി നിർത്തിയില്ല എന്ന്. പ്രശാന്തെ, ഈ പറയുന്ന നിലമ്പൂർ മത്സരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഈ M സ്വരാജിന്റെ സ്വന്തം ഗ്രാമത്തിൽ, സ്വന്തം ബൂത്തിൽ, സ്വന്തം സ്ഥലത്ത് അവിടുത്തെ വോട്ട് എണ്ണിയപ്പോൾ പോലും M സ്വരാജിന് വോട്ട് കുറവാണ്. അതെ, അത് സമ്മതിക്കുന്നു. അപ്പൊ ആ M സ്വരാജിന് ഇനി പാർട്ടിയോട് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ പൊന്നാനിയിൽ നിൽക്കണമെന്ന് പറഞ്ഞാലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, CPM ആണ്. പിന്നെ എങ്ങനെ M സ്വരാജിനെ നിർത്തും? അതെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത് പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണെന്ന് ചേട്ടൻ തന്നെ മുൻപ് പറഞ്ഞൊരു കേന്ദ്രമാണ്. അവിടെ ആരെ നിർത്തിയാലും ജയിക്കും. അതായത് LDF ആരെ നിർത്തിയാലും ജയിക്കുമെന്ന് ചേട്ടൻ പറഞ്ഞൊരു, LDF ആരെ നിർത്തിയാലും ജയിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അവിടെ നിർത്തിയാൽ, ഞാനത് പറഞ്ഞത് EK ഇമ്പിച്ചി ബാബയുടെ കാലം മുതൽ ഒരു കോട്ട, ചുവന്ന കോട്ടയായിരുന്ന പൊന്നാനി എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയായിരുന്നു. അത് എനിക്കിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ മലപ്പുറം പരാമർശവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്ക്, കാര്യം VD സതീശൻ പറയുന്ന ആ പോയിന്റിനോട് നമുക്ക് യോജിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മലപ്പുറം പരാമർശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന്റെ എഫക്റ്റ് ഉണ്ടാകാനുള്ള, ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ മലപ്പുറത്തെ മൊത്തത്തിൽ ഇപ്പം സ്ഥാനവും പദവിയും നഷ്ടപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്തായിരുന്നു? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറം എന്ന് പറയുന്നത് മറ്റൊരു പാകിസ്ഥാൻ എന്നൊക്കെയാ പറഞ്ഞത്. എന്താണെങ്കിലും കണ്ടറിയാം എന്താണ് പൊന്നാനിയിൽ സംഭവിക്കുക. ഏതായാലും കണ്ടറിയാൻ ഒന്നുമില്ല. ഈ പറയുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് EK ഇമ്പിച്ചി ബാബ മുതൽ ഇപ്പൊ അവസാനം നന്ദകുമാർ വരെ ജയിച്ചു വന്ന എത്ര ടേമായി എന്ന് പ്രശാന്ത് പറഞ്ഞു അല്ലെ? നന്ദകുമാറിന് മുമ്പ് ശ്രീരാമകൃഷ്ണൻ ജയിച്ച സ്ഥലമാണ്. അതിനു മുമ്പും പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടി വരും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞപ്പോൾ MB ഗംഗാധരൻ ഫൗണ്ടേഷൻ എന്നൊരു കാര്യം താങ്കൾ വായിച്ചു. MB ഗംഗാധരനെ കുറിച്ച് താങ്കൾക്കറിയോ? MB ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ കരുണാകരൻ മന്ത്രിസഭയിൽ ജലസേചന മന്ത്രിയായിരുന്ന് പൈപ്പ് കട്ട മന്ത്രിയാണ്.
പൈപ്പ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു നല്ല ഒരു പേരുള്ള ആളാണ് എം പി ഗംഗാധരനെ കുറിച്ച്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതുകൂടെ എനിക്കറിയും, പുതിയ തലമുറയ്ക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എം പി ഗംഗാധരന്റെ പേര് ദയവായി ഈ അവസരത്തിൽ പറയരുത്. എം പി ഗംഗാധരൻ എന്നൊരു പേരേ പറയാൻ പാടില്ല. എം പി ഗംഗാധരൻ മെമ്മോറിയൽ ഫൗണ്ടേഷൻ അപ്പൊ അതുകൊണ്ട് എം പി ഗംഗാധരൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ വ്യക്തിയെ കുറിച്ച് ഇവിടെ പറയരുത്. ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ ഈ പറയുന്ന പോലെ. എന്താണെങ്കിലും ചിത്രങ്ങൾ മാറട്ടെ, നമുക്ക് കണ്ടറിയാം ഈ പൊന്നാനിയിൽ ഇടതുപക്ഷം വാഴുമോ അതോ വീഴുമോ എന്ന്, അതോ ഇത്തവണ UDF മൂവർണ്ണ പതാക പാറിക്കളിക്കുമോ എന്ന് കാത്തിരിക്കാം.